വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ക്വസ്റ്റിനും മോക്ക് ടെസ്റ്റിൻ്റെ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുക. അത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നത്, ഓരോ ക്വസ്റ്റിനും നിങ്ങൾ ഓരോ ടോപ്പിക്കായിട്ട് കൺസിഡർ ചെയ്ത് ആ ടോപ്പിക്ക് ഒന്ന് പഠിക്കാൻ നോക്കുക. നിങ്ങൾക്ക് അറിയാത്തൊരു ടോപ്പിക്കിൽ നിന്നാണ് ഒരു ചോദ്യം കാണുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കോപ്പറേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഓരോ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസും നിങ്ങളത് മനസ്സിലാക്കി ഏത് ടോപ്പിക്കാണെന്ന്, ഏത് ടോപ്പിക്കിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ കയറി വരുന്നത്, നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് അനലൈസ് ചെയ്യുക കേട്ടോ. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടെത്താനും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുക. അപ്പോൾ അത് നിങ്ങളുടെ പഠനത്തിന് കൂടുതൽ നല്ല മികവുറ്റതാക്കും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ പ്രോസസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് അറ്റ് ദ പ്രൈമറി ലെവൽ ഐദർ ബൈ ദ അമാൽഗമേഷൻ ഓഫ് 2 or more societies carrying out the same business or by the incorporation of several functions in one society is known as. അതായത് ഒരു കോൺസെൻട്രേഷൻ, കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസിൻ്റെ കോൺസെൻട്രേഷൻ പ്രൈമറി ലെവലിൽ എങ്ങനെയാണ് അമാൽഗമേറ്റ് ചെയ്തിട്ട് 2 or more സൊസൈറ്റീസിനെ അമാൽഗമേറ്റ് ചെയ്യുന്നു. അതായത് ഒരേ ബിസിനസ് ചെയ്യുന്ന രണ്ടിലധികം സൊസൈറ്റികൾ അമാൽഗമേഷൻ ചെയ്യുന്നതിലൂടെ അവരുടെ ആക്ടിവിറ്റീസ് കോൺസെൻട്രേഷൻ കൂടുകയല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് അറ്റ് ദ പ്രൈമറി ലെവൽ ഐദർ ബൈ അമാൽഗമേഷൻ ഓഫ് 2 or more societies carrying out the same business or by the incorporation of several functions in one society എന്ന് പറയുന്നത് എന്താണെന്നാണ്. ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ ആണോ, ലിങ്കപ്പ് സിസ്റ്റം ആണോ, വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ ആണോ, ഓൾ ഓഫ് ദി എബവ് ആണോ? ഇത് ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ ആണ് കേട്ടോ ഉത്തരമായിട്ട് വരിക. ഏതാ വരിക? ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതിൻ്റെ ടൈപ്സ് ഓഫ് അനാലിസിസും അത് ഏത് ടൈപ്പ് അനാലിസിസാന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ട് ആഴത്തിൽ പഠിച്ചിട്ടില്ലെങ്കിലും ഒരു പുറമേന്നൊരു നോളജ് വേണം പരീക്ഷയ്ക്ക് പോകുമ്പോൾ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് തന്നെയാണ്. വെർട്ടിക്കലും അതെ. ഡയഗണൽ റേഷ്യോ അനാലിസിസ്, അപ്പോൾ ഇതിൽ ഡയഗണലാണ് വരിക കേട്ടോ. ഡയഗണൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടൊരു അനാലിസിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കേൾക്കാറുള്ളതാണ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും റേഷ്യോ അനാലിസിസും. പിന്നെ വീണ്ടും ഉണ്ട് കേട്ടോ ഒരുപാട് ടൈപ്പ് ഓഫ് അനാലിസിസ്. മുൻ വർഷങ്ങളിലെയും അതുപോലെ കഴിഞ്ഞു പോയതും 2 വർഷങ്ങൾ തമ്മിൽ ഒരുമിച്ച് കമ്പയർ ചെയ്യുന്നതും അതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ ഭാഗമാണ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. എന്തിനാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നടത്തുന്നത്? ഫയൽ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാനാണോ, ഡിറ്റർമിൻ പ്രോഡക്റ്റ് പ്രൈസസ് ആണോ, ഇവാലുവേറ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണോ, മെയിൻറ്റെയിൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആണോ? എന്തിനാണ് നടത്തുന്നത്? ഇവാലുവേറ്റ് ചെയ്യാനാണല്ലേ. അതായത് ഫിനാൻഷ്യൽ റെക്കോർഡുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും ഒരു ഗോൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇന്ന് ഞാൻ ഇത്രയൊക്കെ വിചാരിച്ചു, അപ്പോൾ അത് എത്തിയോ എന്ന് നമ്മൾ ലാസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യും അല്ലേ, ഓരോ ദിവസം എൻഡിലും. അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇന്നത്തെ ദിവസം ഞാൻ ഇത്ര പഠിക്കും എന്ന് കാലത്ത് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി വയ്ക്കുക. രാത്രിയിൽ നമ്മൾ ആ പ്ലാൻ എത്രത്തോളം ഊർജ്ജസ്വലമായി കംപ്ലീറ്റ് ചെയ്തു എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യുന്നത് എന്താണ്? അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് അവരുടെ ബിസിനസ് എങ്ങനെയായിരുന്നു, ഈ വർഷം അവർക്ക് എന്താണ്, അവർക്കൊരു കമ്പാരിസണാണ്. അപ്പോൾ ചില കമ്പാരിസൺസ് 2 വർഷങ്ങളിൽ കമ്പയർ ചെയ്യുന്നു, ചിലർ 2ൽ കൂടുതൽ വർഷങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ചില അനാലിസിസ് വിത്തിൻ 1 year, 1 വർഷത്തെ ഡാറ്റ മാത്രം വെച്ചിട്ട് ആ ഒരു വർഷത്തെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്തുതന്നെയാണ്? ഫിനാൻഷ്യൽ പെർഫോമൻസ് അവർ പറഞ്ഞ സ്റ്റാൻഡേർഡിൻ്റെ അത്രയ്ക്ക് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ടൈപ്പാണ് ഹൊറിസോണ്ടൽ അനാലിസിസ്. ഹൊറിസോണ്ടൽ അനാലിസിസിൽ കമ്പാരിസൺ നടക്കുന്നത് എങ്ങനെയാണ്?
ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കമ്പനീസ് ആണോ, ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ആണോ, അതോ ഓവർ 2 or more അക്കൗണ്ടിങ് പീരിയഡ്സ് ആണോ, ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണോ? എന്താണ് ഹൊറിസോണ്ടൽ അനാലിസിസ്? ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇവാലുവേറ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസിൻ്റെ ചെയ്യാനാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ ഭാഗമാണ് ഹൊറിസോണ്ടൽ അനാലിസിസ്. ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ 2 or more ആണ് കേട്ടോ. 2 or more അക്കൗണ്ടിങ് പീരിയഡ്സ് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. 2 അതിലധികമോ അക്കൗണ്ടിങ് പീരിയഡ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് അവരുടെ ഫിനാൻഷ്യൽ ഒരു ഡാറ്റ വെച്ചിട്ടാണ് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഇനി വെർട്ടിക്കൽ ഇതേപോലെ തന്നെയാണ്. അവിടെ ആസ് എ പേഴ്സൻറ്റേജ് ആണ്. അവിടെ ശ്രദ്ധിക്കണം, പേഴ്സൻറ്റേജ് ബേസ്ഡ് ആയിട്ടാണ് ഈ വെർട്ടിക്കൽ അനാലിസിസ് നടത്താറുള്ളത് കേട്ടോ. വെർട്ടിക്കൽ അനാലിസിസ് എക്സ്പ്രസസ് ഫിനാൻഷ്യൽ ഐറ്റംസ് ആസ് എ പേഴ്സൻറ്റേജ്. എന്തിൻ്റെ പേഴ്സൻറ്റേജ് ആണ് എടുക്കുക എന്നാണ്, ഏത് വെച്ചിട്ടാണ് എടുക്കുക എന്നാണ്. ടോട്ടൽ ഇക്വിറ്റി ആണോ, നെറ്റ് പ്രോഫിറ്റ് ആണോ, ബേസ് ഇയർ ഫിഗർ ആണോ, എ കോമൺ ബേസ് എമൗണ്ട് വിത്തിൻ ദ സെയിം ഇയർ ആണോ? അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ അനാലിസിസിൽ നമ്മൾ ഓർക്കാൻ ഇതാണ്, ഡി ആണ് കേട്ടോ ഉത്തരമായിട്ട് വരിക. കോമൺ ബേസ് എമൗണ്ട് ആണ് എടുക്കുക വിത്തിൻ ദ സെയിം ഇയർ. പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, വെർട്ടിക്കൽ അനാലിസിസ് എപ്പോഴും നടത്തുന്നത് ഒരു വർഷത്തെ ഡാറ്റ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. മറ്റേത് നമ്മൾ പറഞ്ഞു ഒന്നിലധികം ഡാറ്റയാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കോമൺ ബേസ് എമൗണ്ട് ഫിക്സ് ചെയ്ത് വിത്തിൻ സെയിം ഇയർ, അതേ വർഷത്തിൽ ഡാറ്റ വെച്ചിട്ട് തന്നെയാണ് വെർട്ടിക്കൽ അനാലിസിസ് നടത്തുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ ഇൻ്റർ കമ്പനി കമ്പാരിസൺ? ഇൻ്റർ കമ്പനികൾ തമ്മിലുള്ള കമ്പാരിസൺ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? കോമൺ സൈസ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, കമ്പാരിസൺ വിത്ത് ഇൻഡസ്ട്രി ആവറേജസ്, ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഇൻ്റർ കമ്പനി കമ്പാരിസൺ ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഓൾ ഓഫ് ദി എബോവ് ആണ് ഇവിടെ ഉത്തരം വരിക. കോമൺ സൈസ് അനാലിസിസും എന്താണ്, ഇതിൻ്റെ ഭാഗമാണ്. റേഷ്യോ അനാലിസിസും ഇൻ്റർ കമ്പനി കമ്പാരിസണിൻ്റെ ഭാഗമാണ്. കമ്പാരിസൺ വിത്ത് ഇൻഡസ്ട്രി ആവറേജസും ഭാഗമാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ചിലപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, നമ്മുടെ PYQ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾ ഒരു പുറമേ നിന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ് ഈ ഒരു കോമൺ സൈസ് അനാലിസിസ്, എന്താണ് റേഷ്യോ അനാലിസിസ്, എന്താണ് റേഷ്യോ, എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച ടോപ്പിക്കുകളൊക്കെ നിങ്ങളൊന്ന് വെർട്ടിക്കൽ അനാലിസിസും ഹൊറിസോണ്ടൽ അനാലിസിസും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് പോവുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, എന്തിനാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്, ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് എല്ലാം നമ്മൾ ഏകദേശം PYQ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മുമ്പ് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് ഇതൊക്കെ, പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. എമംഗ് ദ ഫോളോയിങ് വൺ ഈസ് നോട്ട് ദ റെക്കമെൻഡേഷൻ ഓഫ് കപൂർ കമ്മിറ്റി. കപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അല്ലാത്തത് നിങ്ങൾ ഓർത്ത് പഠിക്കേണ്ടതാണ്. ആയതും പഠിക്കണം, അല്ലാത്തതും പഠിക്കണം. അപ്പോഴല്ലേ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. സോ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അറ്റൻഷൻ ഷുഡ് ബി ടേക്കൺ ഫോർ ഫണ്ട് മാനേജ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ, ഇൻറ്റേർണൽ ചെക്ക് ഷാൾ ബി എസെൻഷ്യൽ ഇൻ കോപ്പറേറ്റീവ്സ്. ഇത്രയാണ് എന്തു പറഞ്ഞിട്ടുള്ളത്, ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. കപൂർ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണെന്ന് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കണം കേട്ടോ. കപൂർ കമ്മിറ്റി എന്തുമായിട്ടുള്ള കമ്മിറ്റിയാണ്? ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ അവരുടെ എന്താണ്, പിന്നെ വലിയൊരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആയിരുന്നു. അറ്റൻഷൻ ഷുഡ് ബി ടേക്കൺ ഫോർ ഫണ്ട് മാനേജ്മെൻറ്റും അവരുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. ഇൻറ്റേർണൽ ചെക്ക് ഷാൾ ബി എസെൻഷ്യൽ ഇൻ കോപ്പറേറ്റീവ്സ്, അതും കപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മൂന്നും എന്താണ്, കപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. ഇംപ്ലിമെൻറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്നുള്ളത് എന്തല്ല, കപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഈ BDP എന്ന് പറഞ്ഞ പദം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അത് കണക്ട് ചെയ്യുന്നത് മറ്റൊരു കമ്മിറ്റീനെയാണ് അല്ലേ. ഇംപ്ലിമെൻറ്റ് BDP ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്ന കമ്മിറ്റി ഏതായിരുന്നു? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് അതിൻ്റെ കമ്മിറ്റി. അത് ഹെഡ് ചെയ്തത് ആരായിരുന്നു? AM ഖുസ്രു ആയിരുന്നു കേട്ടോ. സയ്യിദ് അലി മുഹമ്മദ് ഹുസൈൻ ഖുസ്രു എന്നറിയപ്പെടുന്ന
AM ഖുസ്രു ആയിരുന്നു. 1989 RBI ആണ് കേട്ടോ അത് ആ ഒരു കമ്മിറ്റീനെ വെച്ചത്. ഓക്കെ, അപ്പോൾ കപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്: ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ, അറ്റൻഷൻ ഷുഡ് ബി ടേക്കൺ ഫോർ ഫണ്ട് മാനേജ്മെൻറ്റ്, പിന്നെ അതുപോലെ ഇൻറ്റേർണൽ ചെക്ക് ഷോൾ ബി എസെൻഷ്യൽ ഇൻ കോപ്പറേറ്റീവ്സ്. ഇതൊക്കെ കപൂർ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനാണ്. പക്ഷേ ഇംപ്ലിമെൻറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്നുള്ളത് ആരുടെ റെക്കമെൻഡേഷനാണ്? കപൂറിൻ്റെ അല്ല, പക്ഷേ അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ AM ഖുസ്രു ഹെഡായിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു. പിന്നെ BDP കൂടാതെ പ്രധാനപ്പെട്ടതായിരുന്നു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. കോബി എന്നറിയപ്പെടുന്ന സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയും എപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ്. 1989 അവരുടെ വർഷം. RBI ആണ് അപ്പോയിൻ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ്, സിപ്പെക് എന്നറിയപ്പെടുന്ന സ്ഥാപനം. അതൊരു ട്രെയിനിങ് സിസ്റ്റം ഇൻ കോർപ്പറേഷനാണ്. ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന സ്ഥാപനമാണ്. അത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ 2009 2010, 2009, 2006, 2013 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാ വർഷം? 2009 എന്ത് സിപ്പെക് തുടങ്ങിയിട്ടുള്ളത്. സിപ്പെക് സ്റ്റാർട്ട് ചെയ്തത് ബേർഡാണ്, പക്ഷേ നബാർഡ് തന്നെയാണ് കേട്ടോ. സിപ്പെക്കിൻ്റെ ബേർഡാണ് നടത്തുന്നത്. സിപ്പെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റം നടത്തുന്നത് ബേർഡാണ്, പക്ഷേ അതിൻ്റെ പിന്നിലുള്ള വൻമരം എന്ന് വെച്ചാൽ നബാർഡാണ് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. പിന്നെ ബേർഡിനെ കുറിച്ചിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. ബേർഡിൻ്റെ ആസ്ഥാനം, സിപ്പെക്കിൻ്റെ വർഷം, നബാർഡിൻ്റെ മാത്രമല്ല നബാർഡിൻ്റെ സബ്സിഡിയറീസ് പോലെ തോന്നുന്നു, അത് ചോദിക്കാൻ നോക്കണം. അസ്ഥി ഉണ്ടല്ലോ, അസ്ഥി ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. പിന്നെ അതുപോലെ ചോദിക്കാറുള്ളതാണ് നമ്മുടെ RBIയുടെ സബ്സിഡിയറീസ് ഉണ്ടല്ലോ, കുറച്ച് സബ്സിഡിയറീസ് ഉണ്ട് RBIക്ക്, അതിന്നൊക്കെ ചോദ്യം കാണാറുണ്ട് കേട്ടോ. അത് നോക്കണം. അതായത് മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കണം, അതിൻ്റെ സബ്സിഡിയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നോക്കണം. ഇപ്പോൾ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനേക്കാൾ കൂടുതൽ സബ്സിഡിയറീസും അതിൻ്റെ ഹെഡുകളുണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതൊന്ന് നന്നായി മനസ്സിരുത്തി പഠിക്കണം കേട്ടോ ആ ഭാഗം. അപ്പം നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ കിട്ടുന്ന മാർക്കിൽ നമുക്ക് ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി ചെയ്യാവുന്നതാണ്. ഓരോ ചോദ്യവും നിങ്ങൾ ഓരോ ടോപ്പിക്കായിട്ട് എഴുതി വെക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ ചോദ്യം കണ്ടപ്പോൾ സിപ്പെക്കിന് നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ സിപ്പെക്കുമായി ബന്ധപ്പെട്ടിട്ട് ബേർഡ് പഠിക്കണം, നബാർഡ് പഠിക്കണം, അപ്പോൾ സിപ്പെക്കും പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഡാറ്റ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്തത് പ്രകാശ് ബക്ഷി കമ്മിറ്റിയാണ്. പ്രകാശ് ബക്ഷി കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട്. ഏതു കൊല്ലമാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഏതു കൊല്ലമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2012, 15, 13, 2010 ഇത്രയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഏതു കൊല്ലാണ്? 2013 വരിക കേട്ടോ. 2013 ഈ കമ്മിറ്റിയുടെ വർഷം കേട്ടോ, പ്രകാശ് ബക്ഷി കമ്മിറ്റി. അപ്പോൾ പ്രകാശ് ബക്ഷി കമ്മിറ്റീനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോയിൻ്റ് ചെയ്ത വർഷം, അതായത് അപ്പോയിൻ്റ് ചെയ്തത് RBI തന്നെയാണ്. പ്രകാശ് ബക്ഷി കമ്മിറ്റി ജൂലൈ 2012 അപ്പോയിൻ്റ് ചെയ്യുന്നത് കേട്ടോ. ജൂലൈ 2012 RBI ആണ് സെറ്റപ്പ് ചെയ്യുന്നത്. പ്രകാശ് ബക്ഷി കമ്മിറ്റീനെ എക്സ്പേർട്ട് കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. എക്സ്പേർട്ട് കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് പ്രകാശ് ബക്ഷിയാണ് ചെയർമാനായി വന്നിട്ടുള്ളത്. നബാർഡിൻ്റെ മുൻ ചെയർമാനായിരുന്നു. ടു എക്സാമിൻ ദ 3 ടയർ ഷോർട്ട് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. STCCS അത് തന്നെയാണ് സംഭവം. 3 ടയർ ഷോർട്ട് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. അതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് നടത്താനാണ്, റെഫറൻസ് നടത്താനാണ് ആരെ അപ്പോയിൻ്റ് ചെയ്തത്? പ്രകാശ് ബക്ഷീനെ പിന്നെ അപ്പോയിൻ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ സബ്മിറ്റ് ജൂലൈ 2012 ആ സമയത്ത് അപ്പോയിൻ്റ് ചെയ്യുകയും 2013 എന്ത് ചെയ്തത്? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ജനുവരിയിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ 23 ജനുവരി 2013 എന്ത് ചെയ്തത്? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ 2012 അപ്പോയിൻ്റ് ചെയ്യുകയും 23 ജനുവരി 2013 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തത് കേട്ടോ. പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to assess the role played by state and district central cooperative bank in fulfilling the requirement of agricultural credit, the primary purpose for which they were set up. പിന്നെ അതുപോലെ ടു ഐഡൻറ്റിഫൈ, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ദാറ്റ് മേ നോട്ട് ബി
സസ്റ്റൈനബിൾ ഇൻ ദ ലോങ് റൺ ഈവൻ ഇഫ് സം ഓഫ് ദം ഹാവ് മെറ്റ് ഡൈല്യൂട്ടഡ് ലൈസൻസിങ് ക്രൈറ്റീരിയ ഫോർ ദ ടൈം ബീയിങ്. പിന്നെ അതുപോലെ തന്നെ ടു സജസ്റ്റ് അപ്രോപ്രിയേറ്റ് മെക്കാനിസം ഫോർ കൺസോളിഡേഷൻ, അമാൾഗമേഷൻ ഒക്കെ നടത്തുക, മെർജർ, ടേക്ക് ഓവർ, ലിക്വിഡേഷൻ, അതായത് ആവശ്യമില്ലാതെ ബാധ്യതയിൽ നിൽക്കുന്നവരെയൊക്കെ എന്ത് ചെയ്യാം, അമാൾഗമേറ്റൊക്കെ ചെയ്ത് അതൊന്ന് ഒന്ന് റിക്കവർ ചെയ്തെടുക്കാം. പിന്നെ അങ്ങനത്തെ റെക്കമെൻഡേഷൻസൊക്കെയാണ് ആര് കൊടുത്തിട്ടുള്ളത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും RBI, നബാർഡും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നിട്ട് വേണം ഈ കോപ്പറേറ്റീവ് ബാങ്ക്സിനെയൊക്കെ എന്ത് ചെയ്യുക, ഈ ബാധ്യതകളിൽ നിന്നൊക്കെ റെഡിയാക്കാൻ. അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി വിലയിരുത്തി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ആ റിപ്പോർട്ടാണ് 23 ജനുവരി 2013 വെച്ചത് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ്. കമ്മിറ്റിയിൽ നിന്ന് ചോദ്യങ്ങൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഓരോ കമ്മിറ്റിയും നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് അതുമായി കിട്ടുന്ന ഡാറ്റകളൊക്കെ ഒരു കോളം വരച്ച് എഴുതി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് കോപ്പറേറ്റീവ് ഗവേണൻസുമായി ബന്ധപ്പെട്ടതാണ്. കോപ്പറേറ്റീവ് ഗവേണൻസ് ഈസ് നോർമലി അസോസിയേറ്റഡ് വിത്ത്, അതും സഹകരണത്തിലെ കോപ്പറേഷൻ്റെ ഒരു നല്ല ഭാഗമാണ് കോപ്പറേറ്റീവ് ഗവേണൻസ് എന്നത്. ഓപ്ഷൻ എ വന്നിട്ട് റിഫ്ലക്ഷൻ ഓഫ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്, എക്സ്പ്രഷൻ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്, ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ് അല്ലേ. കോപ്പറേറ്റീവ് ഗവേണൻസ് ഇതെല്ലാം കൂടിയതാണ്. കോപ്പറേറ്റീവ് ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ട് ഇതെല്ലാം ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാന് കൊണ്ടുവരണം ക്വാളിറ്റി ഓഫ് മാനേജ്മെൻറ്റിൽ. കാരണം സർവൈവ് ചെയ്യാൻ പറ്റില്ല, ഗ്ലോബലൈസേഷനൊക്കെ വന്ന കാരണം സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് ഗവേണൻസ് കമ്പനികളിൽ നടപ്പിലാക്കുന്നത് പോലെ തന്നെ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലും കോർപ്പറേറ്റ് ഗവേണൻസ് നടപ്പിലാക്കണം. അതാണ് കോപ്പറേറ്റീവ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളത് നടപ്പിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്വാളിറ്റിയോടുകൂടി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം എന്നാണ് പറഞ്ഞത്. CSR വേണം, അത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുക. അപ്പോൾ കമ്പനീസ് പറയുന്നുണ്ട് ഇത്ര പെർസെൻറ്റേജ് CSR ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന്. അതുപോലെ തന്നെ CSR ആർക്കും വേണം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൂടി കൊണ്ടുവരണം. അപ്പോഴാണ് അവർക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലീഡർഷിപ്പ് വേണം. അപ്പോഴാണ് കൂടുതൽ എന്ത് ചെയ്യുക, കൂടുതൽ പ്രവർത്തനം മികവുറ്റതാക്കാൻ കഴിയുള്ളൂ. അങ്ങനത്തെയൊക്കെ വേണ്ടി. പിന്നെ ഇതിൻ്റെ പില്ലേഴ്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഗവേണൻസിൻ്റെ, കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പില്ലേഴ്സ് ചോദിക്കാറുണ്ട്. അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, പ്രെഡിക്റ്റബിലിറ്റി, പാർട്ടിസിപ്പേഷൻ. ഈ 4 പഠിച്ചിരിക്കണം കേട്ടോ. അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, പ്രെഡിക്റ്റബിലിറ്റി, പാർട്ടിസിപ്പേഷൻ. ഇത് 4 കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പില്ലേഴ്സ് ഓഫ് ഗവേണൻസ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 10 ക്വസ്റ്റ്യനെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 10 ക്വസ്റ്റ്യനും നിങ്ങൾ ടോപ്പിക്ക് എഴുതി വെച്ച് പഠിക്കുക. അറിയാത്ത ടോപ്പിക്ക് കാണുമ്പം അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. അതിനുശേഷം അതിൽ നിങ്ങളൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക ഓരോ ടോപ്പിക്കിലും കേട്ടോ. ഒരു പരീക്ഷയ്ക്ക് മാത്രമല്ല, എല്ലാ പരീക്ഷകൾക്കും അത് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. PSCയുടെ ഇനിയും ഇഷ്ടംപോലെ എക്സാമുകളൊക്കെ വരാൻ കിടക്കുകയാണ്. കേരള ബാങ്ക് ഇപ്പോൾ അത്യാവശ്യം ലിസ്റ്റൊക്കെ ഇട്ടു. അപ്പം എത്രയും പെട്ടെന്ന് നിയമനങ്ങൾ നടക്കും കേരള ബാങ്കിൽ. അതിനെക്കുറിച്ച് ആദ്യപ്പെടാതെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ കേരള ബാങ്ക് വീണ്ടും വിളിക്കും. ഈ കൊല്ലം അടുത്ത കൊല്ലമായിട്ട് വീണ്ടും വേഗം നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം ഒഴിവുണ്ട്. അപ്പോൾ അത് കഴിയുമ്പം അതുപോലെ തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ വിളിക്കും. അതുപോലെ ഖാദി ബോർഡിലെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറും വിളിക്കാൻ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട്. KS കാർഡ് ബാങ്ക് വിളിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ബാങ്കുകൾ നമ്മുടെ സഹകരണവുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ മാത്രമല്ല അതൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ ഊന്നി പഠിക്കുക. ഓരോ ചോദ്യങ്ങളും വിലപ്പെട്ടതായി കരുതി ഊന്നി പഠിക്കുക കേട്ടോ. അപ്പോൾ കോപ്പറേറ്റീവ് ലോയുടെ കോഴ്സ് നമ്മൾ നന്നായി പോണു, കുഴപ്പമൊന്നുമില്ലാതെ പോണു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കേട്ടോ. ചാനൽ നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് ചോദിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ മോഡൽ എക്സാംസൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. മോഡൽ എക്സാംസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം കേട്ടോ. താങ്ക്